മാധുര്യമേറിയ ദൈവതിരുനാമത്തിന് മഹത്വം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി 2 രാജാക്കന്മാർ 6-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള ഭാഗങ്ങൾ. എലീശ പ്രവാചകന്റെ ഒരു ശിഷ്യൻ താൻ മരം മുറിച്ചുകൊണ്ടിരുന്ന സന്ദർഭത്തിൽ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു കോടാലി ഊരി വെള്ളത്തിലേക്ക് വീണു. അതോടുകൂടെ തൻ്റെ പ്രശ്നം ആരംഭിച്ചു. നമ്മളൊക്കെ സാധാരണഗതിയിൽ പറയാറുള്ളത് പോലെ പ്രശ്നത്തിൻ്റെ മേൽ പ്രശ്നം, ഒരു പ്രശ്നം കഴിയുന്നതിന് മുൻപേ അടുത്ത പ്രശ്നം, ഒരു പ്രശ്നത്തിൻ്റെ പടുകുഴിയിൽ അകപ്പെട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണമെന്നറിയാതെ വല്ലാത്ത അവസ്ഥയിൽ, വല്ലാത്ത പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ തന്നെ നിരയായി അടുത്ത പ്രശ്നം വരുന്നു. അങ്ങനെ എല്ലാം കൊണ്ടും വല്ലാത്ത പ്രശ്നത്തിലായി നിൽക്കുന്നു എന്നൊക്കെ നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ടല്ലോ. ഇതേപോലെ തന്നെ ഈ പ്രവാചക ശിഷ്യൻ ഈ കോടാലി കടം മേടിച്ചതായിരുന്നു, വായ്പ മേടിച്ചതായിരുന്നു. അതുകൊണ്ട് തന്നെ കണക്ക് കൊടുക്കണം. എന്തൊരു പരിതാപകരമായ അവസ്ഥയല്ലേ. പ്രശ്നത്തിന്റെ പുറകെ പുതിയ പ്രശ്നങ്ങൾ. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഭക്തൻ ആ കോടാലി വീണ അതേ സ്ഥലത്ത് കോൽ വെട്ടിയിട്ടപ്പോൾ ആ കോടാലി വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്ന കാഴ്ചയാണ് നാം പിന്നീട് ഈ ഭാഗത്ത് കാണുന്നത്. ഇതുപോലെ പ്രശ്നത്തിന്റെ നടുവിലാണോ നാം ആയിരിക്കുന്നത്? ചില നഷ്ടബോധങ്ങളെ ചൊല്ലി നാം വിലപിക്കുകയാണോ? ചില നഷ്ടങ്ങൾ ഒരിക്കലും തിരിച്ചു കിട്ടാൻ കഴിയാത്ത നിലയിൽ ആഴത്തിലേക്ക് നമ്മളിൽ നിന്ന് അകലം പാലിച്ച് പോയിക്കഴിഞ്ഞ അവസ്ഥയിലാണോ കൂടപ്പറപ്പ് നീ ആയിരിക്കുന്നത്? നീ ഭാരപ്പെടേണ്ട കേട്ടോ, വേദനിക്കേണ്ട കേട്ടോ. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ചില എഫേർട്സ് നേടാൻ തയ്യാറായാൽ, ദൈവത്തിൽ നീ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനും വചനപ്രകാരം വ്യവസ്ഥ പ്രകാരം നിൽക്കുവാനും തയ്യാറായാൽ തീർച്ചയായും നിന്റെ വിഷയം എത്ര അധികം ആഴത്തിൽ പതിഞ്ഞതായിക്കോട്ടെ, നീ ആയിരിക്കുന്ന പ്രതിസന്ധി എത്ര അധികം വലുതായിക്കോട്ടെ, ദൈവത്തിൽ ആശ്രയിക്കാൻ തയ്യാറായാൽ തീർച്ചയായും നിന്റെ നഷ്ടത്തെ തിരിച്ചു തരുവാൻ ദൈവത്തിന് കഴിയും. ആ ഇരുമ്പ് പൊങ്ങി വരികയും ആ പ്രവാചക ശിഷ്യന്റെ കൈകളിൽ ആ കോടാലി ലഭിച്ചതുപോലെ, അവന്റെ വിഷയത്തിന് പരിഹാരമായതുപോലെ കണക്ക് ബോധിപ്പിക്കേണ്ട കോടാലിയാണ്. ഇതേപോലെ പല ആൾക്കാരുടെ അടുത്തും കണക്കുകൾ ബോധിപ്പിക്കേണ്ടി വരും. പക്ഷേ കണക്കുകൾ ബോധിപ്പിക്കാൻ കഴിയാത്ത നിലയിൽ ശൂന്യമാണോ നിന്റെ കൈകൾ? ഭാരപ്പെടേണ്ട കേട്ടോ. നിന്റെ കൈകളെ ബലപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. നഷ്ടങ്ങൾ എത്ര അധികം വലുതായിക്കോട്ടെ, ദൈവത്തിൽ ആശ്രയിക്കാൻ തയ്യാറായാൽ എല്ലാ നഷ്ടങ്ങളെയും നികത്തി ഏറ്റവും ശ്രേഷ്ഠമായ ചിലത് നിന്റെ കൈകളിൽ എത്തിക്കുവാൻ, നിന്റെ സങ്കടത്തെ മാറ്റി, നിന്റെ നഷ്ടബോധത്തെ മാറ്റി, വിലാപത്തെ മാറ്റി നൃത്തമാക്കി തീർക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ഇന്നു മുതൽ പ്രിയ സ്നേഹിത, നിന്റെ നഷ്ടത്തെ ചൊല്ലി നീ വിലപിക്കേണ്ട കേട്ടോ. നിന്റെ പാഴായിപ്പോയ വർഷങ്ങളെ ചൊല്ലി നീ വിലപിക്കേണ്ട കേട്ടോ. എല്ലാവിധ നന്മകൾ തന്ന് നിന്നെ അലങ്കരിക്കുവാൻ, നിന്റെ കൈകളെ ബലപ്പെടുത്തുവാൻ അവന് കഴിയും കേട്ടോ. അതുകൊണ്ട് ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ മുന്നേറാം. സ്നേഹിത, ദൈവം നിന്നെ സഹായിക്കട്ടെ.